കുറേ ദിവസങ്ങളായിട്ട് ചർച്ചയിൽ വരുന്ന CPM പ്രതിനിധികൾ സംസാരിക്കുന്ന ശൈലി നിങ്ങൾ നോക്കൂ. അവർ ഭരണപക്ഷത്തിന്റെ പ്രതിനിധികളായിട്ടല്ല, അവർ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധികളായിട്ട് രാജ്യത്തുള്ള സകലമാന വ്യവസ്ഥകളെയും എതിർക്കുന്ന, ഇതിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള സമരം ചെയ്യുന്നത് ഞങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഭരണത്തിലുള്ളത് നിങ്ങളാണെന്ന ബോധം പാടെ മറന്നതുപോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സെൽഫ് ഫംഗ്ഷനിങ് സിസ്റ്റം അല്ല നമ്മുടെ ജനാധിപത്യത്തിലുള്ളത്. ഉദ്യോഗസ്ഥ വൃന്ദമായിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് മിഷണറി ആയിക്കോട്ടെ, സ്വന്തം രീതിയിൽ തോന്നിയ പോലെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനം വേണ്ടല്ലോ, ഇവിടെ ഒരു സർക്കാർ വേണ്ടല്ലോ. പോളിസിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നിയന്ത്രണവും അതിന് ആ രീതിയിൽ നയിക്കാനുള്ള കൃത്യമായിട്ടുള്ള മേൽനോട്ടവും ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മന്ത്രിമാരുള്ളത്. അല്ലെങ്കിൽ മന്ത്രിമാർ ആവശ്യമില്ല, ഉദ്യോഗസ്ഥന്മാർ സ്വന്തം ഭരിച്ചാൽ മതി. അപ്പൊ 10 കൊല്ലമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു സംവിധാനം എങ്ങനെയാണ് സിസ്റ്റത്തിനെ വഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുന്നത്? നിങ്ങളല്ലേ ഈ നാട്ടിലെ സിസ്റ്റം. നിങ്ങൾക്ക് ഈ നാട്ടിലെ സിസ്റ്റത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കില്ലെങ്കിൽ, സിസ്റ്റത്തിന്റെ പിഴവിനെ പറ്റി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള സാധാരണക്കാരെ പോലെ കയ്യും കെട്ടി നിസ്സഹായരായി നിൽക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞത്? നാളെ വീണ്ടും എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? അപ്പോൾ സിസ്റ്റത്തിനെ പഴിചാരി രക്ഷപ്പെടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വളരെ എളുപ്പത്തിലുള്ള ഒരു രക്ഷാമാർഗം മാത്രമാണ്. അതിന് യാതൊരു തരിമ്പും ആത്മാർത്ഥതയില്ല. 10 കൊല്ലമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു സംവിധാനത്തിന് ഇപ്പോഴും സിസ്റ്റത്തിൽ ഒരു മാറ്റവും വരുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ പരാജയം സമ്മതിക്കുകയാണ് അവിടെ ചെയ്യുന്നത് മനസ്സിലാക്കണം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം സിസ്റ്റത്തിൻ്റെതാണോ? അതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. നോക്കൂ, സ്കൂളിൽ പഠിക്കാൻ പോയ കുട്ടി ക്ലാസ്സിൽ വെച്ച് പൊത്തിനുള്ളിലെ പാമ്പ് കടിച്ച് മരിക്കുന്നുണ്ടെങ്കിൽ, മീൻ പിടിക്കാൻ പോയിട്ടുള്ള കുട്ടി പന്നിക്കണയിൽ വീണ് മരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കാൻ പോയിട്ടുള്ള ഒരു അമ്മ കെട്ടിട ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല, ഇവിടെ ഒരു സിസ്റ്റമേ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. എന്താ കംപ്ലീറ്റ് ഡിസോർഡർ ആണ്, ക്യാവോസ് ആണ്, അരാജകത്വമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നാണ് അത് കാണിക്കുന്നത്. അതല്ലാതെ ഒഴിവാക്കാൻ കഴിയുമായിരുന്ന സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചില ന്യായങ്ങൾ പറയാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല, ചില കാര്യങ്ങൾ അൺഫോർസീൻ ആണ്, ചിലതൊക്കെ സംഭവിക്കാം. പക്ഷെ ഇത് കൃത്യമായിട്ടുള്ള അനാസ്ഥയുടെ ഉൽപ്പന്നങ്ങളാണ്. ഒരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക എന്ന് പറയുന്ന അനാസ്ഥയാണ്. 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 4.5 മീറ്റർ നീളത്തിൽ വൈദ്യുതി കമ്പി വലിക്കുന്നുണ്ട്. അവിടെ സ്കൂളിലെ ബൈക്ക് ഷെഡ് അല്ലെങ്കിൽ സൈക്കിൾ ഷെഡ് ഉണ്ടാക്കിയിട്ടുള്ള ആ തകര ഷീറ്റ് മേഞ്ഞിട്ടുള്ള കെട്ടിടത്തിന്റെ 88 സെന്റിമീറ്റർ ഉയരത്തിലൂടെയാണ് ആ ഇലക്ട്രിസിറ്റി ലൈൻ കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ അത് സമ്പൂർണ്ണമായിട്ടുള്ള അനാസ്ഥയാണ്. ഞാനും എന്റെ ഈ പടയും ഇങ്ങനെ ഉള്ളിടത്തോളം കാലം ഇതേ ശാന്തിയോടും സമാധാനത്തോടും ഒക്കെ തന്നെ മുന്നോട്ട് പോകും. പല രാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനോട് വിരോധവും എല്ലാം വെച്ച് പുലർത്തുന്ന പലരും ഈ സിസ്റ്റത്തിനകത്തുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അത് സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരെല്ലാം സ്വീകരിക്കുന്ന നിലപാട് പരിശോധിച്ചാൽ നമുക്കറിയില്ലേ. എല്ലാം പൊതുവായി നിയന്ത്രിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നു എന്ന് തന്നെയാണ് ഈ സർക്കാരിന് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നതിന്റെയും സാഹചര്യം അത് തന്നെയാണ്. ഇനി ഒരു കാര്യം ഇതിലൂടെ ഇവർ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ്? ഒരു വൈകാരികമായി അവതരിപ്പിക്കുക. ചർച്ചയ്ക്ക് ലക്ഷ്യം ഉണ്ടായേക്കാം. അതുകൊണ്ടാണല്ലോ UDFന്റെ രാജു പി നായർ തീരെ പ്രാപ്തിയില്ലാത്ത ആളായതുകൊണ്ടായിരിക്കും അപ്പുറത്ത് ഒരു UDFന്റെ 2 പ്രതിനിധിയെ വെച്ചുകൊണ്ട് ഈ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ നിങ്ങളുടെ താല്പര്യം ആയിക്കോട്ടെ. അവർക്കൊക്കെ വൈകാരികമായി ഒരാൾ അവതരിപ്പിക്കുന്ന കുറഞ്ഞു പോയാൽ അല്പം കൂടി വൈകാരികമായി മറ്റൊരു UDFന്റെ പ്രതിനിധിക്ക് അവതരിപ്പിക്കാം. അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നതിന്റെ രീതി. ആ രീതി നിങ്ങൾ തുടർന്നോളൂ. ഞങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെറ്റ് ചെയ്ത് വെച്ച ഒരു പാനലുണ്ട്. ഞാൻ പ്രകോപിതയാകാൻ തയ്യാറല്ല. ഒരു കാര്യം പറയട്ടെ, എനിക്ക് അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മാധു സമയം തരുമെങ്കിൽ മാത്രം ഞാൻ ഇരിക്കും. ഇല്ലെങ്കിൽ പങ്കെടുക്കണം എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായേ? പുതിയ ടെക്നിക്കാ. UDF പ്രതിനിധികളായ 2 പേരുണ്ടായി എന്ന് അങ്ങ് പറയുന്നു. ശരിയാണ്. ഉല്ലാസ് കോവൂരിനെ വിളിച്ചിരിക്കുന്നത് ആ പ്രദേശത്തു നിന്നുള്ള നേതാവ് എന്ന നിലയ്ക്ക് കൂടിയുള്ളതാണ് എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും എന്റെ വിഷയമല്ല. പിന്നെ ഇവിടെ ശങ്കുട്ടിദാസ് സംസാരിച്ച കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം, BJPയുടെ പ്രതിനിധിയുടെ സംസാരമെല്ലാം കേട്ടാൽ അദ്ദേഹം പറയുകയാണ് സിസ്റ്റം ഞങ്ങൾക്ക് അതീതമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സിസ്റ്റം രാജ്യത്ത് ഒരുപാടുണ്ടല്ലോ ശ്രീ ശങ്കുട്ടിദാസ്. എന്തേ ഗുജറാത്തിലെ സിസ്റ്റം വർക്ക് ചെയ്യാത്ത സിസ്റ്റമാണോ? എത്രയോ കാലമായി ഒരു കലാപാനന്തരം തുടർച്ചയായി ഒരു വംശഹത്യക്ക് ശേഷം അവിടെ ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളോളം അടച്ചിട്ടിരിക്കുകയാണ്. സിസ്റ്റം ഇങ്ങനെ തൂർന്നു വീഴുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് പോകുന്നത്? ഇവിടെ വിമാന അപകടം ഉണ്ടായി. അങ്ങനെ പല കാര്യങ്ങളും സ്വിച്ച് ഓഫായി പോയതാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സിസ്റ്റം നന്നായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പഹൽഗാമിൽ അവിടെ ആളുകൾ കൂട്ടക്കൊല ചെയ്യപ്പെടുമ്പോൾ ഒരു സൈനികൻ പോലും ഉണ്ടായിട്ടില്ല സിസ്റ്റത്തിനകത്ത്. ഒരു സൈനികൻ. RDPയുടെ കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. ശ്രീ SK സജീഷ്, നമ്മൾ ഒരു വിദ്യാലയത്തിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പോയ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് കേട്ടോ. അങ്ങ് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇതിന്റെ ഒന്നിനും പേരിലല്ല സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചു. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഒരു കാര്യം
ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ സിസ്റ്റത്തിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് പ്രശ്നമുണ്ട്. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി ഇതെല്ലാം ഇല്ലാതാക്കാൻ അവർ നടത്തുന്ന ഒരു ശ്രമം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. 107 സ്ഥലത്താണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 സ്ഥലത്താണ് യുഡിഎഫിന്റെ കാലത്തുണ്ടായിരുന്നത്. ഞാനത് പറയുന്നില്ല. ഞാനതിന്റെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്തായാലും അങ്ങ് മറുപടി പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി, ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ചാനലില് നിർബാധമായ സമയം നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ അങ്ങേക്ക് നൽകിയ ഇത്രയും സമയം വേറെ ആർക്കും നൽകിയിട്ടില്ല. അത് 3 പേർ ഈ പാനലിൽ തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അങ്ങേക്ക് തന്നെയാണ് ഞാൻ സമയം തന്നിരിക്കുന്നത്. സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കുറെ നേരം സംസാരിക്കാൻ. ഉല്ലാസ് കോവൂരിനെ ആ മേഖലയിൽ നിന്നുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്കാണ്, കോൺഗ്രസിന്റെ 2 പേരെയല്ല, അദ്ദേഹം UDF ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ്. ഉല്ലാസ് കോവൂരിനെ ആ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ആ മേഖലയിൽ നിന്ന് കാര്യങ്ങൾ അറിയാവുന്ന ആളുകളെ കിട്ടാനില്ലേ ഞാൻ വിളിച്ചു തരണോ? ഞാൻ ശ്രീ എസ് കെ സതീഷിനെ അല്ല ഈ ചർച്ചയിലേക്ക് ആദ്യം വിളിക്കുന്നത്, AKG സെന്ററിലേക്കാണ് വിളിക്കുന്നത്. അത് ശരി. അപ്പൊ അവിടെ നിന്ന് നൽകുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഈ CPM-ന്റെ പ്രതിനിധിയായി ചർച്ചയിൽ ഒരാൾ പങ്കെടുക്കുന്നത്. രണ്ടാളെ തന്നോ? AKG സെന്ററിൽ നിന്ന് ഒരാളെ തരാറുള്ളൂ. AKG സെന്ററിൽ നിന്ന് ഒരാളെ ചർച്ച കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് UDF-ന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ തുടക്കത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുകയും അല്ല, എന്റെ ട്യൂണേഴ്സിൽ സിറ്റുവേഷൻ മാറ്റിയാൽ മതി, അതായിരിക്കും ബെറ്റർ. അത് ചെയ്യേണ്ടി വരും. നിർത്ത് എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാവും. മാധവന് അങ്ങനെ വേണമെങ്കിൽ അവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരാളെ വേണമോ? അതെന്താ ഞങ്ങളോട് ചോദിക്കാതെ? ഈ ചോദ്യം മാത്രമേ ഉള്ളൂ. തിരിച്ചു കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ലേ അല്ല, ഇത് തിരിച്ചു കേൾക്കാൻ വേണ്ടിയുള്ള ചോദ്യമല്ലേ, അതോ അങ്ങയുടെ ചോദ്യം മാത്രം കേൾക്കാൻ കാത്തിരിക്കുന്നവർക്കുള്ള വിരുന്നാണോ? ാണല്ലോ രാവിലെ മുതൽ ശ്രമിക്കുന്നതാണ്. ഇന്ന് അവിടെ ഈ പറയുന്ന സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടവർ 2 പേരും തിരക്കിലായിരുന്നു. അവരിൽ നിന്ന് കൃത്യമായ മറുപടി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ 3 പേരെ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷമാണ് ശ്രീ ഉല്ലാസ് കോവൂറുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അത് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് വളരെ പ്രാദേശികമായ കാര്യമാണ് ചോദിച്ചത്. പൊതു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ല. ഇവിടെ ഇന്ന് ആ 3 ഫേസ് കേബിൾ അഴിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യം വളരെ പ്രാദേശികമായ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇനി ഒരു മിനിറ്റ്, എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഈ താരതമ്യമായിരിക്കുന്നതെന്ന് ശ്രീ എസ് കെ സതീഷ്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഞാൻ അങ്ങയോട് 2 തവണ ചോദിക്കുകയും ആ 2 ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരം പറയുകയും ചെയ്തത്. ഓരോ തവണയാണ് ഞാൻ മറ്റെല്ലാ പാനലിസ്റ്റുകളിലേക്ക് പോയത്. ആ ഒരാൾ കൂടി അധികമായിരിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് ഒരു അവസരം കൂടുതലായി നൽകണമെന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഇത്തവണയും 3 തവണ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിച്ചു. അങ്ങേക്ക് കൂടുതൽ സമയം തന്നിട്ടുണ്ട്. ആ ബോധ്യം എനിക്കുണ്ട് ശ്രീ എസ് കെ സതീഷ്. നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. വെച്ച് ക്ലാസ് മുറിയിൽ വെച്ച് ഒരു പാമ്പ് കടിച്ച് കുട്ടി മരിക്കുമ്പോൾ അത് സിസ്റ്റത്തിന്റെ അനാസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ സ്കൂളിലേക്ക് നോക്കൂ, ആ സ്കൂൾ വളരെ മെച്ചപ്പെട്ട ഒരു സ്കൂളായിട്ടുണ്ട്. അത് സർക്കാരിന്റെ നേട്ടമാണ്. കഴിഞ്ഞ ദിവസം വരെ കേരളം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള ലോക നിലവാരത്തിലുള്ള സർക്കാർ സ്കൂളുകളുടെ ഒന്നായിരുന്നു തേവലക്കര ബോയ്സ് സ്കൂൾ. ഇന്ന് ആ സ്കൂളിൽ ഒരു അപകടം ഉണ്ടായപ്പോൾ ആ അപകടം സിസ്റ്റത്തിന്റെ അപകടമായി. അതായത് നേട്ടങ്ങൾ മുഴുവൻ അവകാശപ്പെടുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ട്, കോട്ടങ്ങൾ മുഴുവൻ സിസ്റ്റത്തിൻ്റെതാവുന്നു എന്നുള്ളതാണ്. ഇത് തീർത്തും വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ്. ഏറ്റവും ചുരുങ്ങിയത് ഈ സിസ്റ്റത്തിനെതിരെയുള്ള വിമർശനത്തിലെങ്കിലും നിങ്ങൾക്ക് ആത്മാർത്ഥത വേണം. നിങ്ങൾ ആ സിസ്റ്റത്തെ 100% തുറന്ന് എതിർക്കാൻ തയ്യാറാവണം. അതിനിടയിൽ പോലും നിങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഇത് സിസ്റ്റത്തിന്റെ പിശകാണെങ്കിൽ എന്തിനാണ് മന്ത്രി ചിഞ്ചുറാണി ആ കുട്ടിയെ പഴി പറയുന്നത്? ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? അധ്യാപകരുടെ കുഴപ്പമല്ല, അധികൃതരുടെ കുഴപ്പമല്ല, സഹപാഠികൾ പറഞ്ഞത് പോലും കേൾക്കാതെ അവിടേക്ക് വലിഞ്ഞു കയറിയിട്ടാണ് ആ മരണം വിളിച്ചു വരുത്തിയത്. വലിഞ്ഞു കയറി എന്നാണ് മന്ത്രി ഉപയോഗിച്ചിട്ടുള്ള ശബ്ദം. എന്തിനാണ് നിങ്ങൾ ഇതൊരു സിസ്റ്റത്തിന്റെ പെശകാണെങ്കിൽ ആ കുട്ടിയെ പഠിക്കാതെ നിൽക്കുന്നത് എന്തിനാണ്? ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിച്ച് നിങ്ങൾ കേൾക്കണം. ആ കുട്ടിയുടെ കുടുംബത്തിന് പോക്കറ്റ് മണി കൊടുത്തു എന്നാണ് അദ്ദേഹം ശബ്ദമാക്കിയത്. ഏറ്റവും നിർമ്മലമായി പ്രതികരിക്കുന്ന ഒരു മന്ത്രിയാണ് താങ്കൾ. പക്ഷെ അക്കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് സംസാരിച്ചപ്പോൾ താങ്കൾ പോക്കറ്റ് മണി എന്നൊക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി. ആ പ്രയോഗം ഒരു അനുചിതമായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ മിനിസ്റ്റർ? അതൊക്കെ നമ്മള് പിന്നെ അതായത് ഈ പ്രശ്നത്തിനെതിരെ നടക്കുന്ന സമരങ്ങളെ വിമർശനങ്ങളെ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സിസ്റ്റത്തിൻ്റെതാണ് പ്രശ്നമെങ്കിൽ ആ വിമർശനത്തോട് ആ സമരത്തിനോട് CPM-ന് എന്താ പ്രശ്നം? ഇത്തരത്തിൽ വികലമായിട്ടുള്ള തെറ്റായിട്ടുള്ള സിസ്റ്റത്തിനെതിരെയുള്ള സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഇവർ വേണ്ടത്? പക്ഷെ മന്ത്രി പറയുന്നത് ഈ സമരക്കാർ 1 രൂപയുടെ ഉപകാരം പോലും ഈ കുടുംബത്തിന് ചെയ്യുന്നില്ല. ഞങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റ് 5 ലക്ഷം കൊടുത്തു, ഈ ഡിപ്പാർട്ട്മെന്റ് 10 ലക്ഷം കൊടുത്തു, ഇനി ഒരു 3 ലക്ഷം രൂപ പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്. ഈ സമരം ചെയ്യുന്ന ആരെങ്കിലും 1 ഉറുപ്പിയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ പണം കൊടുക്കാനുള്ള ശേഷിയാണോ ഒരു വിഷയത്തോട് എടുക്കുന്ന സമീപനത്തിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്? KST എന്ന് പറയുന്ന അധ്യാപക സംഘടന ഒരു തുക അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ
ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിനകം കൊടുത്തു കഴിഞ്ഞു. നടത്തിയ ഒരു 8-10 സംഘടന ഉണ്ടല്ലോ, അവരാരും ഒരു പൈസയുടെ ഒരു സഹായധനം ഇതുവരെ വാഗ്ദാനം ചെയ്തില്ലല്ലോ. നിങ്ങൾക്ക് കൂടുതൽ പൈസയുള്ള ആളുകൾക്ക് കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രതിഷേധങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയോട് ഇതിനെപ്പറ്റി ചോദ്യം ചോദിച്ച സമയത്ത് മുഖ്യമന്ത്രി ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ഈ പറയുന്ന പോലെ സ്കൂളിൽ കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് CMന്റെ പ്രതികരണം ചോദിക്കുമ്പോൾ ഉവ്വ എന്ന് 2 വാക്ക് പറഞ്ഞിട്ട് മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ട് എണീറ്റ് പോകണം അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? ജനങ്ങൾ പ്രതികരണം ആഗ്രഹിക്കുന്നുണ്ട് CM. ആരും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ തലവിജയം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമല്ലെന്നും ഇത് തങ്ങളുടെ തന്നെ പിടിപ്പുകേടിന്റെ പ്രശ്നമാണെന്നും ആ പ്രശ്നം വരുന്ന സമയത്ത് മാത്രം അതിനെ പഴി ചാരാനുള്ള ഒരു സങ്കേതം മാത്രമാണ് ഈ സിസ്റ്റം എന്ന പ്രയോഗമെന്നും ഇതിന്റെ എല്ലാ നേട്ടങ്ങളുടെയും എല്ലാ മെച്ചങ്ങളുടെയും എല്ലാ ഗുണങ്ങളുടെയും പേരെടുക്കുന്നതും അത് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് മുന്നിൽ ഞെളിയുന്നതും ഒക്കെ തങ്ങളാണെന്നും അവർക്ക് നല്ല കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ബേബിയുടെ ചോദിച്ചില്ലേ ഞാൻ ഉടനെ അങ്ങ് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് RSPയുടെ തിരുവനന്തപുരത്തെ പട്ടത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്ന ക്യാപ്സൂൾ വിളമ്പാനല്ല. എടാ മേലനങ്ങാതെ ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. ഞാൻ 2 ദിവസമായി എൻ്റെ ഒരു കുഞ്ഞ്, എൻ്റേത് കൂടിയായി, എൻ്റെ നാട്ടുകാരൻ, ഞാൻ പഠിച്ച സ്കൂൾ, 2 ദിവസമായി ഞാൻ ആ കുഞ്ഞിൻ്റെ ഒപ്പമാണ്. ആ കുഞ്ഞ് ആ തണുത്ത് മരവിച്ച് ശാസ്താംകോട്ട താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ മോർച്ചറി റൂമിൽ തണുത്ത് ശീതീകരിക്കപ്പെട്ട നിലയിൽ ഇരിക്കുമ്പോൾ ആ മരണവിവരം അറിഞ്ഞ മന്ത്രി ആനന്ദ നൃത്തം ആടിയെങ്കിൽ അത് അധികാരത്തിന്റെ ഉന്മാദമാണ് എന്ന് ഞാൻ പറയും. അത് അധികാരത്തിന്റെ ഉന്മാദമാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഞങ്ങൾ എന്താ കാരണഭൂതം പാട്ട് പാടണോ? ഞങ്ങൾ കാരണഭൂതൻ പാട്ട് പാടണോ? എന്നോട് ചോദിച്ചല്ലോ തേവലക്കര കുട്ടിയുടെ മരണത്തെക്കുറിച്ച്. ഓ എന്നല്ലേ തമ്പ്രാ മൂളിയത്? അത് അധികാരത്തിന്റെ ഉന്മാദമാണ്, ഞങ്ങളത് ചൂണ്ടിക്കാണിക്കും. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് എ ക്ലിയർ കട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ആ സ്കൂളിലേക്ക് വരൂ, മാധു ദൃശ്യങ്ങൾ കണ്ടതല്ലേ. അപ്പൊ ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങൾ മറ്റെന്തോ ആശയം പറയുകയാണെന്നാണോ? യാഥാർത്ഥ്യങ്ങളല്ലേ. ഈ യാഥാർത്ഥ്യങ്ങളോട് എങ്ങനെ മുഖം തിരിക്കാൻ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത നമുക്ക് കഴിയില്ല. മനുഷ്യത്വം അല്പമെങ്കിലും ഉള്ളവരാണ്. അതുകൊണ്ടാണ് ആമുഖമായി ഞാൻ ആ ഫോട്ടോ പ്രദർശിപ്പിച്ചത്. മനുഷ്യത്വമുള്ള ഒരാൾക്ക് ആകാശം കാണുന്ന ഭിത്തികൾ വിണ്ടുകീറി ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ഫോട്ടോഷൂട്ട് നടത്തണമെങ്കിൽ അധികാരത്തിന് ഉന്മാദമല്ലേ മാധു? അത് പറയണ്ടേ? ഒരു മനുഷ്യനായ കുറച്ചൊക്കെ വേണം. ഇത് ഒരു ഇന്ന് ഈ ലൈൻ ഇവിടുന്ന് മാറ്റുമ്പോ ഇന്നലെ നടന്ന ഒരു ഫോട്ടോ മാധു ഒന്ന് കാണണ്ടേ? മാധു, ഇത് പ്രിയപ്പെട്ട മാധു, ഈ ഫോട്ടോ ഒന്ന് കാണൂ. ഇതെന്താണ് സ്റ്റേഡിയത്തിൽ മാൻ ഓഫ് ദ മാച്ച് കിട്ടിയതിന് അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷനാണോ? ദാരിദ്ര്യത്തെ, പട്ടിണിയെ സാമ്പത്തികം കൊണ്ട് അളക്കുന്ന ഒരു സർക്കാരായി, ആ സർക്കാരിന്റെ പ്രതിനിധികളായി, അതിനെ നയിക്കുന്നവരായി CPMന്റെ നേതാക്കന്മാർ, ഭരണകക്ഷി MLA മാറുന്നതിന്റെ ഒരു ദയനീയമായ അശ്ലീല ചിത്രമല്ലേ മാധു ഇത്? മലയാളികൾക്ക് അപമാനമായിട്ട് നിന്റെയൊക്കെ വീട്ടിലാണ് ഇതുപോലെ സംഭവിക്കുന്നെങ്കിൽ അപ്പോഴും മൊബൈൽ പിടിച്ച് കൊലപ്പിച്ചോണ്ടിരിക്കോ? ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോ കാണാൻ നല്ല രസമല്ലേ? മനസാക്ഷിയില്ലാത്ത. അതുകൊണ്ട് അത് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഞാൻ ആവർത്തിക്കുന്നു, ഇറ്റ് ഈസ് എ ക്ലിയർ കട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. ഈ കൊലയ്ക്ക് ഉത്തരവാദികളായവർ ഈ വീട്ടിലേക്ക് കയറി ഫോട്ടോ എടുത്തെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും മാധു. അവനൊന്നും ദൈവം വെറുതെ വിടിയല്ല, നോക്കിക്കോ നീ. ചിത്രീകരിക്കാൻ വേണ്ടിയെല്ലാമുള്ള രാഷ്ട്രീയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ പറയുന്ന ചില ചർച്ചയിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയൊക്കെ കോട്ടിയാണ് പൊതുവിദ്യാഭ്യാസം ഉന്നയിക്കാൻ സൂചിപ്പിക്കാൻ വേണ്ടി. അമേഠി എന്ന് പറയുന്ന, റായ്ബറി എന്ന് പറയുന്ന ആ പ്രദേശത്തൊക്കെ പോറ്റിങ്ങോട്ട് വന്നല്ലോ. അവിടെയൊക്കെ ഇതുപോലെയുള്ള ഒരൊറ്റ സ്കൂള് ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ അതുപോലെ അല്ല ഞങ്ങൾ ഇവിടെ വേറെ പ്രശ്നമില്ലാത്തതാണ്. കേരളോ ഇന്ത്യയോ ലോകോ എന്നുള്ളതല്ല, ഒരു സഖാവ് ആർക്കെങ്കിലും ഒക്കെ എതിരെ എന്നും സമരം ചെയ്തുകൊണ്ടേയിരിക്കണം. തുടർച്ചയായ 3 ദിവസങ്ങളിലും ഈ വിഷയത്തിൽ തന്നെയാണോ ചർച്ച? നിങ്ങൾക്ക് വെട്ടയാടി മതിയായില്ലേ തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഒരു വഴിക്ക് വരികയും ചെയ്യുന്നുണ്ട്. 3 ദിവസം എന്നുള്ളതല്ല, സിസ്റ്റം നന്നാകണമല്ലോ. അപ്പോ അത് വരെയും പറയണമല്ലോ. അതുകൊണ്ടാണ് വളരെ ഈ യുദ്ധത്തിൽ ധർമ്മയുദ്ധത്തിൽ അതെ നമ്മളെല്ലാവരും ശശിയോടൊപ്പം ഉണ്ടാവും.